നമ്മൾ എവിടെ നിർത്തിയത്? ചെയ്തോ അത്? എല്ലാരും ചെയ്തോ? എവിടെ വരെ? എന്തോ മറ്റേതോ? പിന്നെ അതായിരുന്നു പാലൻ റോഡ്. നിങ്ങളെവിടായി? 3 ചെയ്തോ? കിട്ടിയോ? ആണോ? നിന്നെന്ത് പറ്റി? എത്ര ചെയ്ത്? ഏതാ ചെയ്യാനുള്ള? റിവൈസ് ചെയ്താ പോരെ? ഈക്വലാണോ ചെക്ക് ചെയ്താ പോരെ? ഞാൻ ഈസി ഒന്ന് നോക്കട്ടെ. ബാക്കി നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ട്രൈ നോക്കാം. നമുക്ക് ലാസ്റ്റ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഞാൻ എല്ലാം ചെയ്താണിക്കാം. ഓക്കെ, അടുത്താണെന്ത്? അറേ ആൻഡ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ്. നോക്കാം, ഒന്ന് വായിച്ചു നോക്കിയേ. അറേ ആൻഡ് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ്. എന്താ പറയുന്നത്? ഇത് സംഭവം ഒരു സിൻടാക്സാ. അതായത് നമുക്ക് അറയ്ക്കകത്ത് കുറെ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിന് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിൻടാക്സ്. നമുക്ക് ഇതിന് ഒരുപാട് യൂസ് കേസുകൾ ഇനി അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇപ്പൊ തൽക്കാലം നിങ്ങൾ സിൻടാക്സ് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? അതായത് ഇത്രേ ഉള്ളൂ. 14 കാണുന്നുണ്ടോ സ്ക്രീൻ? വെള്ളിയാഴ്ച അവധിയാണ് കേട്ടോ. ഓക്കെ, അയ്യോ ഞാനൊരു അറ എഴുതാൻ പോവാം. പൂജപ്പ് വ്യാഴാഴ്ച വൈകിട്ട്. ലാപ്പൊന്നും കൊണ്ടു വെക്കല്ലേ, ഞാൻ ടാസ്ക് തരാം. ലാപ്പൊന്നും കൊണ്ടു വെക്കല്ലേ. ഓക്കെ, നോക്കിക്കോ. വെക്കാൻ പറ്റുന്നില്ല. അവിടെ പൂജപ്പിന്റെ കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധമോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ബുക്കോ പൂജയ്ക്ക് വെക്കുക, അങ്ങനെയാണ്.
നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്പല്ലേ? ഇത് വെള്ളമൊക്കെ കൊണ്ട് തെളിയണം. നോക്കാം. ഓക്കെ, എനിക്കിപ്പം ഈ അറയ്ക്കകത്തുള്ള ഒന്നാമത്തെ എലമെന്റിനെ ആക്സസ് ചെയ്യണം. എന്ത് ചെയ്യാം? ഒന്നാമത്തെ എലമെന്റിനെ മാത്രം ആക്സസ് ചെയ്യണം. എന്ത് ചെയ്യാം? അതിനെ പ്രിന്റ് ചെയ്യണമെന്ന് വെച്ചോ. ആ, ഡോട്ടാണോ? ബ്രാക്കറ്റ് ഓഫ് ഇൻഡെക്സ് നമ്പർ 0. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിനകത്ത് ഒരു അറയുണ്ട്. ഈ അറയ്ക്കകത്ത് ഈ ഫസ്റ്റ് എലമെന്റ് നമ്മൾ കുറെ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് വെച്ചോ. എല്ലായിടത്തും പോയിട്ട് ഫ്രൂട്ട്സ് ഓഫ് 0 എഴുതേണ്ടി വരും. ഓക്കെ ആണല്ലോ? ഞാൻ ഇത് റൺ ചെയ്ത് നമുക്ക് കിട്ടും. ഇപ്പൊ ഞാൻ ഈ സിന്റാക്സ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര എന്ത് തോന്നുന്നില്ല, അത്ര ഇതിന് യൂസ് ഉണ്ടോ എന്ന് തോന്നുന്നില്ല. സിന്റാക്സ് മനസ്സിലാക്കി റിയാക്ടിലൊക്കെ ഇനി യൂസ് വരും. അതിപ്പോ ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റുന്നതാണ് കാണിക്കാത്തത്. അതായത് ഡാറ്റാബേസിനൊക്കെ ഡാറ്റ വരുമ്പോൾ ഒക്കെയാണ് നമ്മൾ ഇത് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ എഴുതാം അല്ലേ? ഇപ്പൊ ഓറഞ്ച് ആണ് വേണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഓഫ് 1. ഓക്കെ, ഇതിനെ കുറച്ചുകൂടെ ഈ ആക്സസ് ചെയ്യുന്ന ആ പരിപാടി കുറച്ചുകൂടെ സിമ്പിൾ ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സിന്റാക്സ് ഉണ്ട്. താഴേക്ക് വരിക. ഓക്കെ, അറയുടെ ബ്രാക്കറ്റ് കൊടുക്കുക, ഈക്വൽ ടു ഫ്രൂട്ട്സ് കൊടുക്കുക. അതായത് അറയുടെ ബ്രാക്കറ്റ് ഈക്വൽ ടു ഫ്രൂട്ട്സ്. ഈ ഫ്രൂട്ട്സ്. ഓക്കെ, അത് അറയുടെ പേര്. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾസിന്റെ പേര് എഴുതാം. ഓക്കെ, ഞാൻ ഇവിടെ ABC എന്ന് കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ നമുക്ക് എയിൽ എന്ത് കിട്ടുമായിരിക്കും നോക്കാം. എയും ബി ഞാൻ കൺസോൾ ചെയ്യുന്നു. എയിൽ ആപ്പിളും വന്നു, ബിയിൽ ഓറഞ്ച് വന്നു. ഇനി ഞാൻ ആദ്യം ബിയും പിന്നെ എ ഇടാം. ഇപ്പൊ എന്തായിരിക്കും വരിക? ബിയില് ആപ്പിൾ തന്നെ. കാര്യം ഇവിടെ എന്താണ് മാറ്റർ ചെയ്യുന്നത്? പൊസിഷൻ ആണ് മാറ്റർ ചെയ്യുന്നത്, പേരിന്റെ ഓർഡർ ഒന്നുമല്ല. ഇപ്പം ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ ബിയിലേക്ക് ആദ്യത്തെ പൊസിഷനുള്ള എലമെന്റ്, അതായത് അതാത് പൊസിഷനിലുള്ള എലമെന്റ് വരും. എയിലേക്ക് ഏത് വരും? അടുത്ത പൊസിഷൻ ഓറഞ്ചിലുള്ള വരും. ബാക്കി കൊടുത്തില്ല. കൊടുത്താൽ എന്ത് വരും? ഇപ്പൊ നമുക്ക് മാംഗോ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ സി കൊടുക്കുക. കൊടുത്താൽ സിയിൽ മാംഗോ വരും. ഇതുപോലെ ഗ്രേപ്പ് വേണമെങ്കിൽ ഒരു ഡി കൂടെ കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഇനി എല്ലായിടത്തും പോയിട്ട് ഫ്രൂട്ട്സ് ഓഫ് 0 അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഓഫ് 1 എഴുതണ്ട. പകരം BCD ഇട്ടാൽ മതി. ഇതാണ് ഡീസ്ട്രക്ചറിങ്. നമുക്കിത് ഒരുപാട് യൂസ് ഉണ്ട്. പല സ്ഥലങ്ങളിലും നമ്മൾ ഇഫ് കണ്ടീഷൻ ഒക്കെ എഴുതി കുറെ കഷ്ടപ്പെടുന്നതിന് പകരം ഇത് എഴുതാൻ പറ്റും. അത് ആ ലോജിക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾ പഠിച്ചാൽ, അല്ലെങ്കിൽ പിന്നെ അന്ന് ഞാൻ ആദ്യമായിട്ട് കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഈ സിന്റാക്സ് മാത്രം ഓർത്തിരിക്കുക. പിന്നെ വേറെ കാര്യം ഇതിനകത്തുള്ള വെച്ചാൽ ഇപ്പം നോക്കിയേ, ABCD എഴുതി. ഓക്കെ ആണല്ലോ? ഓർഡർ പോട്ടെ, ഏതിന് ഓർഡർ മതി? ഇന്ന് കൊടുത്തു. ഇയിൽ എന്തായിരിക്കും വരിക? എന്തായിരിക്കും വരിക? ഇന്ത്യ ആരാണോ? അൺഡിഫൈൻഡ്. നോക്കാം, നമുക്ക് നോക്കാം എന്തായിരുന്നു. ഇപ്പം ബിയിൽ എന്താ വരിക? എയില് സിയില് ഡിയില് ഗ്രേപ്പ്. ഇക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെന്റ് ഈ അറയിലില്ല ഇല്ലേ? അപ്പൊ നമുക്ക് ഈ ഒന്ന് കൺസിഡർ ആഡ് ചെയ്താൽ വരും. ഇൻ കേസ് പുഷ് ചെയ്ത് വരും. ഓക്കെ, ഇപ്പൊ അൺഡിഫൈൻഡ്. അതൊന്നും ഇല്ലല്ലോ, ആ സ്ഥാനത്തൊന്നും ഇല്ല. ഏതാ? അത് എം ഡി, അത് വെറും എം ഡി. അത് എം ഡി എന്ന് കാണിക്കാനുള്ള സാധനം. പക്ഷെ ഇതിപ്പം ഒരു വേരിയബിൾ ഇടാം, പൊസിഷനേ ഇല്ല. ഇതിപ്പോ ഒരു വേരിയബിൾ അല്ലേ? അപ്പൊ ആ വേരിയബിളിൽ അൺഡിഫൈൻഡ് ഒന്നും വരില്ല. അപ്പൊ അൺഡിഫൈൻഡ് ആയിരിക്കും വരിക. ഇനി ഒരു കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ വന്നല്ലോ. ഇപ്പൊ ഞാൻ വേണ്ട വേണമെങ്കിൽ എനിക്ക് ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ വന്നിട്ട് Q എന്ന് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഈ കൺസോൾ ചെയ്യുവാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? Q. ഇൻ കേസ് ഈയുടെ സ്ഥാനത്ത് വേറെ എലമെന്റ് ഉണ്ടെന്ന് വെച്ചോ, അപ്പൊ ഏതായിരിക്കും വരിക? അതായത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാം. അതായത് ഈ പൊസിഷനിൽ ടെമ്പററി ആയിട്ടൊന്നുമല്ല, ഈ പൊസിഷനിൽ എലമെന്റ് വല്ല ERL ഉണ്ടെങ്കിൽ അതേ വരുള്ളൂ. ഇപ്പൊ നോക്കിയേ, ഇപ്പൊ ഞാൻ ഇവിടെ ഈക്വൽ ടു Q എന്ന് കൊടുത്തു. ഇതാണ് ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഇത് എല്ലാത്തിനും കൊടുക്കാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡിഫോൾട്ട് വാല്യൂ നമ്മൾ ഇത് വെച്ചിട്ട് ഒരുപാട് കണ്ടീഷൻസ് സ്കിപ്പ് ചെയ്യും. ഇപ്പൊ ചില കേസുകളിലൊക്കെ നമ്മൾ ഡാറ്റാബേസിന്റെ ഡാറ്റ എടുക്കുന്നു, നമ്മൾ ഡീസ്ട്രക്ചർ വെച്ചേക്കുക. ചിലപ്പോഴേ ഡാറ്റാബേസിന്റെ ഡാറ്റ വന്നിട്ടുണ്ടാവില്ല ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിഫോൾട്ട് വാല്യൂ സെറ്റ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ എറർ അടിക്കില്ല, അല്ലെങ്കിൽ അൺഡിഫൈൻഡ് ആയിരിക്കും വരിക. അൺഡിഫൈൻഡ് ആണ് ചിലപ്പോൾ എറർ അടിക്കുന്ന ചാൻസ് ഉണ്ട്.
അങ്ങനെയൊക്കെ അതിലൊക്കെ വരുമ്പോൾ നോക്കാം. അല്ലെങ്കിൽ നമ്മളുടെ കണ്ടീഷനൊക്കെ എഴുതേണ്ടി ഇഫ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യുക. അതിന് വരെ ഇതിട്ടാൽ മതി. നോക്കേണ്ടി വരും. ഇതാകുമ്പോൾ അതിന്റെ ആവശ്യമില്ല, നമ്മൾ ഡിഫോൾട്ട് വരെ സെറ്റ് ചെയ്യും ഇല്ലേ. അപ്പൊ അതിലൊക്കെ വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇങ്ങനെ ഡിഫോൾട്ട് വരെ സെറ്റ് കഴിഞ്ഞാൽ ഇൻ കേസ് ഈയുടെ പൊസിഷനിൽ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ആ എലമെന്റ് എടുക്കുള്ളൂ, ഇല്ലെങ്കിൽ ഡിഫോൾട്ട് വാല്യൂ എടുക്കും. എങ്ങനെ കോമയിട്ട്, അതായത് ഇവിടെയോ ആ കോമ പോവും, അതൊരു എലമെന്റ് ആയിട്ട് എടുക്കില്ല. അവിടെ ഒരു എലമെന്റ് ഇല്ല. അവിടെ എം ഡി സ്ട്രിങ് ഇട്ടാ എം ഡി സ്ട്രിങ് ആയിരിക്കും വരും. അപ്പൊ ഇത് എം ഡി എലമെന്റ് അല്ലേ. ഇപ്പൊ എന്താ വരും നോക്കാം. എം ഡി എലമെന്റ് മനസ്സിലായി. ഡിഫോൾട്ട് വാല്യൂ ഇതാണ് എന്ത് ഡീസ്ട്രക്ചറിങ്. ഈ കേസിലാണെങ്കിൽ എന്തെങ്കിലും കിട്ടുക ക്യൂ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ ഒബ്ജക്റ്റിനും ഡീസ്ട്രക്ചറിങ് ഉണ്ട്. ഓക്കെ, ഓക്കെ. ഇപ്പൊ നമുക്ക് എല്ലായിടത്തും പോയിട്ട് യൂസറിന്റെ നെയിം വേണമെങ്കിൽ യൂസർ ഡോട്ട് നെയിം വിളിക്കണം, ഏജ് ആണെങ്കിൽ യൂസർ ഡോട്ട് ഏജ് വിളിക്കണം ഇല്ലേ. അപ്പം അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇത് നെയിം ഡീസ്ട്രക്ചർ ചെയ്യാം. ഇവിടെ ഡീസ്ട്രക്ചർ ചെയ്യുമ്പോൾ കേർലി ബ്രാക്കറ്റ് ഇടുക, ഈക്വൽ ടു എന്ന് കൊടുക്കണമായിരിക്കും യൂസർ. ഇനി നമ്മൾ ഇവിടെ ചെയ്തില്ലേ, ഇവിടെ ചെയ്തപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, പൊസിഷൻ കറക്റ്റ് ആയാൽ മതി, അതായത് പൊസിഷനിലായിരിക്കും വരിക. ഇവിടെ അങ്ങനല്ല, ഇവിടെ ഇഷ്ടമുള്ള പൊസിഷൻ കൊടുക്കാം. നമ്മൾ ഇവിടെ ഡീസ്ട്രക്ചർ എടുക്കുമ്പോൾ കീ തന്നെ കൊടുക്കണം. വേറെ ഏത് പേര് കൊടുത്താലും അൺഡിഫൈൻഡ് ആയിരിക്കും വരിക. കറക്റ്റ് കീ തന്നെ, ഏത് ഓർഡർ വേണമെങ്കിലും കൊടുക്കാം. വേരിയബിൾ അത് കീ തന്നെ കൊടുക്കണം, അതാണ് നിർബന്ധം. അതുകൊണ്ട് കൺസോൾ ഡോട്ട് ലോഗ് ഞാനിവിടെ എഴുതുന്നിടത്ത് എന്ത് കിട്ടും കണ്ടോ. ഇതാണ് എന്ത് ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ്. ഇവിടെയും നമുക്ക് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാം. ഞാനിത് കൊടുക്കുന്നില്ല എങ്കിൽ പ്ലേസ് കൺസോൾ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും, എറണാകുളം. ഇനി ഞാനിത് മാറ്റിയാൽ എന്ത് കിട്ടും, കൊല്ലം. കണ്ടോ. യൂസറിൽ വേരിയബിൾ വേണ്ട, പകരം ഒബ്ജക്റ്റിന്റെ കീ വേണം കൊടുക്കാൻ. ഇതല്ലേ ചോദിച്ചേ, അത് കീ വേണം കൊടുക്കാൻ, അതാണ് ഉദ്ദേശിച്ചേ. വേണ്ട വേണ്ട, ഇപ്പൊ ഡിഫോൾട്ട് വാല്യൂ ഉണ്ടല്ലോ. ഇപ്പം അതായത് ഇത്ര ഉള്ള, അതായത് ഇപ്പൊ ഈ യൂസറിനകത്ത് പ്ലേസ് എന്ന് പറയുന്ന കീ ഉണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ യൂസറിലുള്ള പ്ലേസിന്റെ വാല്യൂ കിട്ടുള്ളൂ. അങ്ങനെ ഒരു വാല്യൂ ഇല്ല എങ്കിൽ ഈ ഡിഫോൾട്ട് വാല്യൂ എടുത്തു തരും. അത് അൺഡിഫൈൻഡ് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ സെറ്റപ്പ്. അതിനകത്ത് വാല്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും നമുക്ക് കിട്ടുക. ഇനി അതിനകത്ത് വാല്യൂ ഇല്ലെങ്കിൽ നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത വാല്യൂ ആയിരിക്കും. മനസ്സിലായോ? ട്രൈ നോക്കിയ ഡീസ്ട്രക്ചറിങ് കീസ് ആണ്. ഇത് വേരിയബിൾ ആണ്, പക്ഷെ വേരിയബിളിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ആ കീയുടെ അതേ പേരിന് കൊടുക്കണം. അപ്പൊ ഏത് വേരിയബിള്? ഇല്ല, പറ്റില്ല.
എന്തായി? അടുത്തോട്ടെ. ഇനി അടുത്തെന്താ വെച്ചാല് ഇത് തന്നെ, അതായത് നോക്കിക്കോ, അടുത്ത പറയുന്നത് റെസ്റ്റ് ഓപ്പറേറ്റർ. നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന സാധനമാണ് റെസ്റ്റ് ഓപ്പറേറ്റർ. അതായത് ഇപ്പൊ ഞാനിവിടെ എയും ബിയും കൊടുത്തു. ഓക്കെ, ഇപ്പം എയിൽ എന്ത് വരും, സോറി ബിയിൽ എന്ത് വരും? എയിൽ ഓറഞ്ച് വരും. ബാക്കിയുള്ളതോ മാംഗോയും ഗ്രേപ്പും ഉണ്ടല്ലോ. ബാക്കിയുള്ള ഒറ്റ വേരിയബിൾ വരണമെങ്കിൽ ഒരു കോമ ഇടുക, ഡോട്ട് 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 3 ഡോട്ട് കൊടുക്കുക, ഇഷ്ടമുള്ളൊരു വേരിയബിളിന് കൊടുക്കുക. ഞാൻ 6 കൊടുത്തു. ഇനി 6 കൺസോൾ ചെയ്യുകയാണെങ്കിൽ ഈ 6-നകത്ത് ബാക്കിയുള്ള ഐറ്റംസ് അറിയായിട്ടുണ്ടാവും. അതിവിടെ നമുക്ക് യൂസ് ചെയ്യാം. ഡോട്ട് 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 കൊടുത്താൽ മതി. എന്തോ എത്ര ഉണ്ടെങ്കിലും അത് എന്ത് ചെയ്യും, നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്യാത്ത ബാക്കിയുള്ള സാധനങ്ങൾ. ഇപ്പൊ ബി എന്ത് ചെയ്യും, ആപ്പിൾ ബിയിലേക്ക് വന്നു, ഓറഞ്ച് എയിലേക്ക് വന്നു, ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഒരു അറേ ആയിട്ട് വരും. ഡോട്ട് 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 വെറുതെ 6 കൊടുത്താലോ മാംഗോ ആയിരിക്കും വരിക അല്ലേ? ഇങ്ങനെ കൊടുത്താൽ എന്ത് ചെയ്യും, അത് വരും. ഇത് ഓർത്തിരുന്നാൽ മതി. ഓക്കെ ആണല്ലോ, നമുക്ക് ഇനി യൂസ് ചെയ്യാം. അടുത്താണ് എന്ത് എന്താ ഫംഗ്ഷൻ? എന്താ അതായത് കോഡ് റീയൂസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നമ്മളിപ്പം പൊതുവെ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരേ ടൈപ്പ് കോഡ് പലയിടത്ത് ഉപയോഗിക്കും. പലയിടത്ത് ഉപയോഗിക്കേണ്ടി വരാം. ഒരേ ടൈപ്പ് നമ്മൾ എഴുതിയ കോഡ് പലയിടത്ത് ഉപയോഗിക്കേണ്ടി വരാം. അപ്പൊ നമുക്ക് ഈ കോഡ് റീയൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതൊന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, ഇങ്ങനെ വെച്ച് നോക്കാം. ഇപ്പൊ നമ്മള് ഇപ്പൊ എന്താ ചുമ്മാ പ്രോബബിലിറ്റി കാണാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഇക്വേഷനോ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി 5 ലൈൻ ഓഫ് കോഡ് എന്ന് വെച്ചോ. 5 ലൈൻ ഓഫ് കോഡ് ഉണ്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടി. ഒക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഈ ഒരു ടാസ്ക് നമ്മുടെ പ്രോഗ്രാമിനിടയ്ക്ക് പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് എന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എന്ത് എല്ലായിടത്തും പോയിട്ട് 5 ലൈൻ ഓഫ് കോഡ്, സെയിം 5 ലൈൻ ഓഫ് കോഡ് എവിടേക്കാണോ യൂസ് ചെയ്യുന്നത് അവിടേക്ക് കൊണ്ട് എഴുതണം. കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത്രയും ലൈൻ ഓഫ് കോഡ് ഇവിടെ വരും, എക്സ്ട്രാ വരും. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഫംഗ്ഷൻ ആയിട്ട് ഇതിനെ എഴുതാം. ഈ 5 ലൈൻ ഓഫ് കോഡിൽ ഫംഗ്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഈ ഫംഗ്ഷനെ വെറുതെ കോൾ ചെയ്താൽ മതി, അവിടേക്ക് ഈ കോഡ് ഒന്ന് പെർഫോം ചെയ്യും. അതായത് കോഡ് റീയൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നോക്കാം ജസ്റ്റ്. അപ്പൊ ആദ്യമേ നോക്കാം. ഇപ്പൊ എക്സാമ്പിൾ കാണിക്കാം. ഫംഗ്ഷൻ ഓക്കെ, ഇവിടെ ഞാനിവിടെ കൺസോൾ ഡോട്ട് ലോഗ് ആപ്പിൾ ഓക്കെ, ഇവിടെ നമുക്ക് 4 ലൈൻ ഓഫ് കോഡ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഈ 4 ലൈൻ ഓഫ് കോഡ് ഇപ്പൊ ഞാൻ ഇതിട്ട് ഇട്ടു. ഓക്കെ, എനിക്ക് ആദ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ഇത്ര സാധനം പ്രിന്റ് ആവണം, പിന്നെ 3+4 പ്രിന്റ് ആവണം, പിന്നെയും ഈ ആപ്പിൾ ഓറഞ്ച് മാംഗോ ഗ്രേപ്പ് പ്രിന്റ് ആവണം, പിന്നെ 8+4 പ്രിന്റ് ആവണം, പിന്നെയും ആപ്പിൾ ഓറഞ്ച് മാംഗോ ഗ്രേപ്പ് പ്രിന്റ് ആവണം. എന്ത് ചെയ്യും, ഇതെടുത്ത് ഇവിടെ ഇടണം, ഇവിടെ ഇടണം. അതായത് ഈ ലൈൻ ഓഫ് കോഡ് പിന്നെ റിപ്പീറ്റ് ആയിട്ട് വർക്കാൻ ചെയ്യാം. പക്ഷെ ആദ്യം ഇത് വർക്കായി, ലൂപ്പിൽ ഇടാൻ പറ്റില്ല. കാര്യം ആദ്യം ഇത് വർക്കായി, പിന്നെ നമുക്ക് എന്ത് ചെയ്തു, പിന്നെ നമുക്ക് ഈ ഒരു കൺസോൾ വർക്കാവണം, അല്ലെങ്കിൽ ഇവിടെ വേറെ 2-3 കോഡ് വർക്കാവണം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇത് വർക്കാകാൻ പാടുള്ളൂ. എന്നിട്ട് പിന്നെയും വേറൊരു കോഡ് വർക്കാവണം, എന്നിട്ട് ഇത് വർക്കാവണം. അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടും.
അതെ, ആദ്യം ആപ്പിൾ ഓറഞ്ച് മാംഗോ ഗ്രേപ്പ്, പിന്നെ 7, പിന്നെ ആപ്പിൾ ഓറഞ്ച് മാംഗോ ഗ്രേപ്പ്, പിന്നെ 12, പിന്നെ ആപ്പിൾ ഓറഞ്ച് മാംഗോ ഗ്രേപ്പ്. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇത്രയും സെറ്റ് ഓഫ് കോഡ് നമ്മൾ പിന്നെയും പലയിടത്തായിട്ട് റീയൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ അത് റീയൂസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു, അതേ കോഡ് നമ്മൾ പിന്നെയും കോപ്പി പേസ്റ്റ് ചെയ്തിട്ടു അല്ലേ, ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ ആണല്ലോ. നമ്മുടെ ആവശ്യം എന്താ, നമ്മുടെ ആവശ്യം ഇത് ഇങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ട. നമ്മുടെ ആവശ്യം വെച്ചാൽ ഇത് ഓക്കെ, ഇത് വർക്ക് ചെയ്യേണ്ട രീതി ഇതാണ്, പക്ഷെ നമ്മളിവിടെ കോഡ് പിന്നെയും എന്ത് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് എഴുതി. ഓക്കെ ആണല്ലോ. അപ്പം ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബിൽഡ് ചെയ്യുന്ന സാധനമാണ് ഈ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഫംഗ്ഷൻ ഡിക്ലറേഷൻ. അപ്പോൾ ഒരു ഫംഗ്ഷൻ എങ്ങനെ എഴുതും നോക്കാം. ഓക്കെ, നമുക്ക് ഈ റിപ്പീറ്റ് ആയിട്ട്, അതായത് അല്ലെങ്കിൽ റീയൂസ് ചെയ്യേണ്ട കോഡ്, റിപ്പീറ്റഡ് എന്നല്ല റീയൂസ് ചെയ്യേണ്ട കോഡ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനകത്ത് എഴുതണം. നമ്മൾക്ക് റീയൂസ് ചെയ്യേണ്ട കോഡ് ഈ ആപ്പിൾ ഓറഞ്ച് മാംഗോ ഗ്രേപ്പ് ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഈ ഫംഗ്ഷൻ എഴുതുന്ന സിന്റാക്സ് ഉണ്ട്. ഈ ഫംഗ്ഷൻ ഒരു ബ്ലോക്ക് ഉണ്ട്, സിന്റാക്സ് ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ എഴുതുന്ന സിന്റാക്സ് ആണ് ആദ്യം ഫംഗ്ഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് പേര് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ പ്രിന്റ് ഫ്രൂട്ട്, ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഒരു വേരിയബിൾ പോലെ ഞാൻ പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഒരു ബ്രാക്കറ്റ്, റൗണ്ട് ബ്രാക്കറ്റ്, എന്നിട്ടൊരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ക്ലോസ് ചെയ്യുക. ഈ കേളി ബ്രാക്കറ്റ് ആണ് ഇതിന്റെ ബ്ലോക്ക്. എന്നിട്ട് നമുക്ക് ഈ വർക്ക് ചെയ്യേണ്ട കോഡ് എന്ത് ചെയ്യാം, ഇതിൽ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാം ഞാൻ മാറ്റി. ഓക്കെ, ഒരു ഫംഗ്ഷൻ എഴുതി വേണ്ട എന്ത് ചെയ്തു, നമ്മൾ അതിനകത്ത് ആ കോഡ് സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ 3+4 8+4 എഴുതി. ഇനി എന്തായിരിക്കും ഔട്ട്പുട്ട് നോക്കാം. 7 ഫംഗ്ഷനകത്തുള്ള കോഡ് വർക്കായോ? ഇല്ല. ഈ ഫംഗ്ഷനകത്ത് നമ്മളൊരു കോഡ് എഴുതിയാൽ അത് വെറുതെ വർക്കാവില്ല. കൺസോൾ എല്ലാം ഉണ്ട്, പക്ഷെ അത് വെറുതെ വർക്കാവില്ല. ഈ ഫംഗ്ഷന് പ്രത്യേകിച്ച് ഇതൊരു ബോക്സ്, ഒരു ലോക്ക് പോലെ ആക്കി ചെയ്യും. നമ്മൾ ഇതിനകത്തൊരു കോഡ് എഴുതി കഴിഞ്ഞാൽ വെറുതെ വർക്കാവില്ല. നമുക്ക് ഈ കോഡ് എവിടെയെങ്കിലും വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന പറയും, കോൾ ചെയ്യണം. ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് കോൾ ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മളിവിടെ വരിക, എന്നിട്ട് ഫംഗ്ഷന്റെ പേര് കൊടുക്കുക, എന്നിട്ട് ഈ റൗണ്ട് ബ്രാക്കറ്റ് കൊടുക്കുക. വെറുതെ പേര് കൊടുത്തിട്ട് കാര്യമില്ല. ഒരു സെക്കൻഡ്. ഫംഗ്ഷന്റെ പേര് കൊടുത്തില്ല. ഈ ഫംഗ്ഷന്റെ പേര് മാത്രമായിട്ട് ഞാൻ കൊടുക്കുവാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാന്ന് പറയും. കോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് റൗണ്ട് ബ്രാക്കറ്റ് ഇട്ടു. ഓക്കെ, ഇനി ഞാൻ റൺ ചെയ്യുവാണെങ്കിൽ ആദ്യം ഈ ഫംഗ്ഷൻ കോൾ വർക്കാവും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഫംഗ്ഷൻ കോൾ വർക്കാവുന്ന രീതി ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഞാൻ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, ഇപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ജാസ്പ്രിറ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുക ആണല്ലോ. ആദ്യം ഏത് ലൈൻ വരും, ഈ ലൈൻ വരും. നമ്മൾ ഇതിന് പറയുന്ന പേര് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്നാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഫംഗ്ഷൻ ഡെഫിനിഷൻ അങ്ങ് ഇനിഷ്യലൈസ് ആവും. മീൻസ് പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ മെമ്മറിയിൽ അങ്ങ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനകത്തുള്ള കോഡും മെമ്മറിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടും. അതായത് പ്രിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന, പ്രിന്റ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇപ്പൊ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, വർക്കായിട്ടില്ല, അതോടെ വരുമ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതിലാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയാം. എന്നിട്ട് പിന്നെ അടുത്ത ലൈനിലേക്ക് വരുമ്പോൾ എന്താ, അത് ഒരു ഫംഗ്ഷൻ കോളാണ്. നമ്മൾ ഏത് ലൈനിലാണോ ഫംഗ്ഷനെ കോൾ ചെയ്തത്, അപ്പൊ സംഭവിച്ചാൽ ജാവാസ്ക്രിപ്റ്റ് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള എക്സിക്യൂട്ട് ചെയ്യാം. അപ്പൊ ആദ്യമേ ഈ ലൈൻ വന്നിട്ട് ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തു, അടുത്ത ലൈനിലേക്ക് വന്നു, ഫംഗ്ഷൻ എന്താ, കോള്. ഫംഗ്ഷൻ കോൾ ആകുമ്പോൾ ഇത് എന്ത് ചെയ്താൽ എവിടെയാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് അങ്ങോട്ട് ചാടും. ഓക്കെ, എന്നിട്ട് ഈ ഫംഗ്ഷനിലേക്ക് വരും, എന്നിട്ട് ഫംഗ്ഷനകത്തുള്ള കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ആദ്യം ആപ്പിള്, പിന്നെ ഓറഞ്ച്, പിന്നെ മാംഗോ, പിന്നെ ഗ്രേപ്പ്. അതുകൊണ്ടാണ് ആപ്പിള്, ഓറഞ്ച്, മാംഗോ, ഗ്രേപ്പ് പ്രിന്റ് ആയത്. എന്നിട്ട് ഇതാണല്ലോ ഫംഗ്ഷനകത്തുള്ള അവസാനത്തെ കോഡ്. ഈ ഫംഗ്ഷനകത്തുള്ള അവസാനത്തെ കോഡും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിച്ച് എങ്ങോട്ട് വരും, ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്ത് അതിലേക്ക് വരും. അവിടേക്ക് കൊണ്ട് അടുത്ത ലൈനിലേക്ക് പോകും. അവിടേക്ക് വന്നിട്ടേ പോകുള്ളൂ. ഇവിടുന്ന് നേരെ വന്നു, ഫംഗ്ഷൻ കോൾ ആണ്, ഫംഗ്ഷൻ എവിടെയാണ് ഡിഫൈൻ ചെയ്തത് അങ്ങോട്ട് പോയി ഫംഗ്ഷനകത്തുള്ള എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ചു വന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, അടുത്ത ലൈനിലേക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും, 3+4 പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് 7 കിട്ടി. പിന്നെ 8+4 പ്രിന്റ് ചെയ്യും, 12 കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ 3+4 ശേഷം ഈ ഫംഗ്ഷൻ വർക്ക് ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിനുശേഷം അതിനെ കോൾ ചെയ്താൽ മതി. ഇനി 8+4 ശേഷം വർക്ക് ആണെങ്കിൽ അതിനുശേഷം അതിനെ കോൾ ചെയ്താൽ മതി. ഇനി നമ്മൾ റൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടി. ഇതെങ്ങനെ കിട്ടി, ആദ്യം എന്ത് ചെയ്തു, ഫംഗ്ഷൻ ഡെഫിനിഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, ഇവിടേക്ക് വന്നു, ഫംഗ്ഷൻ കോൾ ആണ്, എവിടെയാണോ ഫംഗ്ഷൻ എഴുതിയിരിക്കുന്നത് അവിടേക്ക് പോയിട്ട് ആപ്പിൾ, ഓറഞ്ച്, മാംഗോ ഗ്രേപ്പ് പ്രിന്റ് ചെയ്യും, തിരിച്ച് ഇവിടേക്ക് വരും, അടുത്ത ലൈനിലേക്ക് വരും, അത് എക്സിക്യൂട്ട് ചെയ്യും. അടുത്തത് ഫംഗ്ഷൻ കോൾ ആണ്, എവിടെയാണോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് അവിടേക്ക് തിരിച്ചു പോകും, ആപ്പിൾ, ഓറഞ്ച്, മാംഗോ ഗ്രേപ്പ് പ്രിന്റ് ചെയ്യും,
തിരിച്ചിവിടേക്ക് തന്നെ വരും. പിന്നെ അടുത്ത ലൈനിലേക്ക് പോകും, 8+4 പ്രിന്റ് ചെയ്യും. പിന്നെ അടുത്ത ഫംഗ്ഷൻ കോഡ് നേരെ പോയിട്ട് അത് പ്രിന്റ് ചെയ്തിട്ട് തീരും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഒരു വട്ടം കോഡ് ചെയ്താൽ മതി, അവിടെ ഉള്ള റീയൂസ് ചെയ്യാം, വെറുതെ കോഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ കൊടുക്കാൻ പറ്റും. ആ അടുത്തേക്ക് പറയാം. ഇപ്പൊ ഇത് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഇഫ് സിന്റാക്സ്. ഓക്കെ, ട്രൈ നോക്കിയേ. പോരാ ഏതാടാ കറക്റ്റാ?
പഠിക്കാൻ ചെയ്യാൻ പക്ഷേ സി കുറച്ചും കൂടി അല്ല ഞാൻ അതിന്റെ ഉള്ളോട്ടൊന്നും പോയില്ല. ഞാൻ തുടക്കം സ്ട്രിംഗ് ഒക്കെ നല്ല പാടാണ്. ജാവ എന്തിനും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും. ഒരുപാട് ഓപ്ഷൻ രാവിലെ നല്ല പാടാണ്. നമുക്ക് വേറില്ല. എനിക്ക് തോന്നുന്നുണ്ട് സാറിന് റിയാക്ട് തോന്നുന്നു. സ്കാനർ വീട്ടിലെ ഇൻപുട്ട് ചെയ്താൽ എനിക്കറിയാം. അല്ലടാ നേരത്തെ മറ്റേ മൂന്ന് ഡോട്ട് ഇട്ടാണ്ട് പിന്നെന്താ അതെന്തിനും കൊടുക്കുക. അങ്ങനെയാണ് 3 ഡോട്ടാണ് ഓപ്പറേറ്റർ. പിന്നെ ബാക്കി മൊത്തം പ്രിന്റ് ആവണമെങ്കിൽ 3 ഡോട്ട് വേരിയബിൾ കൊടുത്താൽ ആ 3 ബാക്കിയുള്ള എത്രയാണ് ഞാൻ ചെയ്യില്ല. അത് എവിടെ കൊടുക്കേണ്ടി? വാറിന്റെ കൊടുക്കേണ്ടി ആദ്യം 3 ഡോട്ട് ഇട്ടുണ്ട്. എന്തിന്റെ പേര് അപ്പൊ അതേപോലെ പ്രിന്റ് ചെയ്യണമെങ്കിൽ ആരെടുത്തിരിക്കുന്നത് ഇപ്പൊ ഒന്നും നമ്മളിങ്ങനെ കോമെടുത്ത് വരുമ്പോ കൊടുക്കുന്നു. ആ ആദ്യത്തെ 2 കഴിഞ്ഞ് ബാക്കിയെല്ലാം ഇത് കഴിഞ്ഞൊരു നമ്മള് അയ്യോ പറ്റൂല പക്ഷെ 3 ഡോട്ട് കൊടുക്കുക
എക്സാമ്പിള് ഡാർക്ക ചോറ് പൊളിച്ചു മാറ്റും ചെയ്തൂടെ മറ്റേത് ശരിയാണോ? മനസ്സിലായോ? ഓക്കെ. ഓക്കെ, അപ്പൊ അടുത്തായിട്ട് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ വേറൊരു ഫംഗ്ഷൻ എഴുതാം. ഓക്കെ, ഫംഗ്ഷന്റെ പേര് സം. ഓക്കെ,
ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ ആണല്ലോ. ഈ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്യാൻ സംഭവിക്കും. എന്തായിരിക്കും പ്രിന്റ് ആവുക? ഈ ഫംഗ്ഷൻ എത്ര യൂസ് ചെയ്താലും എന്തായിരിക്കും പ്രിന്റ് ചെയ്യുക? അതായത് 3ന്റെയും 4ന്റെയും സം കാണാൻ മാത്രമാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുക. ഇത് കംപ്ലീറ്റ്ലി റീയൂസബിൾ ആണോ? റീയൂസബിൾ ആണോ? നമുക്ക് 3ന്റെയും 4ന്റെയും സം കണ്ടപ്പോൾ മാത്രം ഉപയോഗിക്കാം. അതല്ലാതെ വേറെ 2 നമ്പറിന്റെ ആണെങ്കിലോ പറ്റില്ല. ഓക്കെയാണല്ലോ. അപ്പൊ നമുക്ക് ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷനെ റീയൂസബിൾ ആക്കണം കംപ്ലീറ്റ്ലി. നമ്മൾ ഏത് 2 നമ്പർ കൊടുത്താലും അതിന് സം കാണണം. അപ്പൊ ഇത് ഏറ്റവും ബേസിക് ആണ്. നമുക്ക് വേണമെങ്കിൽ 3+4 എന്ന് കഴിഞ്ഞാൽ മതി. ഏറ്റവും ബേസിക് ആയിട്ട് ഏത് 2 നമ്പർ കൊടുത്താലും അതിന് സം കാണാൻ പറ്റണം. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ് പാരാമീറ്റർ. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയാൽ ആദ്യം പാരാമീറ്റർ എന്താ? നമുക്ക് പാരാമീറ്റർ എന്ന് ഇത്രേ ഉള്ളൂ. നമ്മളൊരു ഫംഗ്ഷനെ എവിടെയെങ്കിലും കോൾ ചെയ്താൽ ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ആ ഫംഗ്ഷനിലേക്ക് വേണമെങ്കിൽ വാല്യൂസ് പാസ് ചെയ്യാം. എന്നിട്ട് ആ ഫംഗ്ഷനകത്ത് ആ വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും എക്സ്പ്രഷൻസോ കോഡോ എക്സിക്യൂട്ട് ചെയ്യാം. എന്നിട്ട് അതിന്റെ റിസൾട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനാണ് നമ്മൾ ഈ പാരാമീറ്റർ ഉപയോഗിക്കുക. അതായത് നമുക്ക് ഒരു ഫംഗ്ഷനിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു വാല്യൂ പാസ് ചെയ്യാം. ഒരു എക്സാമ്പിളിന് ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് 5 എന്ന് പറഞ്ഞ വാല്യൂ പാസ് ചെയ്തു. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ പാസ് ചെയ്യുന്ന വാല്യൂ പറഞ്ഞ പേരാണ് ആർഗ്യുമെന്റ്. എന്ത് പറഞ്ഞേ? ഇത് ആർഗ്യുമെന്റ്. ഈ പാസ് ചെയ്യുന്ന വാല്യൂ പറഞ്ഞ പേരാണ് ആർഗ്യുമെന്റ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ എന്തെങ്കിലും കിട്ടുക? നോക്കാം. 7 തന്നെ. പൈത്തണിലൊക്കെ അടിക്കും. ഇന്നത്തെ അങ്ങനെ 7 അടിക്കും. ഇതിനകത്തില്ല. ഓക്കെ, ഇപ്പൊ ഇതായി നോക്കിയേ, ഞാൻ ഇവിടുന്ന് 5 പാസ് ചെയ്തു. എന്നാലും ഞാൻ ഇവിടെ എന്താ കൺസോൾ ചെയ്യുന്നത്? 3+4 തന്നെ. ഓക്കെ ആണല്ലോ. ഞാൻ ഈ പാസ് ചെയ്യുന്ന വാല്യൂ എനിക്ക് എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷനിൽ ഉപയോഗിക്കാൻ പറ്റണം. അങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ എന്താ വെച്ചാൽ ഈ ഫംഗ്ഷൻ ഈ ബ്രാക്കറ്റ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഒരു വേരിയബിൾ കൊടുക്കാം. ഇതിന് പറഞ്ഞ പേരാണ് പാരാമീറ്റർ. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് console.log എന്ന് കൊടുത്താൽ എന്തായിരിക്കും കിട്ടുക? 5. അതായത് ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ വന്ന് കിടക്കുന്ന ഒരു പ്ലേസ് ഹോൾഡർ ആണ് ഈ എ. ഈ എക്ക് പറഞ്ഞ പേരാണ് പാരാമീറ്റർ. ഈ പാസ് ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ്. ഞാൻ ഇവിടുന്ന് 5 പാസ് ചെയ്താൽ അത് ഇവിടെ ഈ പാരാമീറ്റർ എന്ന് നടക്കും. അതായത് ഈ എ എന്ന് പറയുന്ന പാരാമീറ്ററിൽ എന്തുണ്ടാവും? പാസ് ചെയ്യുന്ന 5 ഉണ്ടാവും. അറേ പാസ് ചെയ്യാം. 5 എയിലേക്ക് അസൈൻ ആവുകയാണ് ചെയ്യുക. അറിയാവും. നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ ഏതാണോ അതായിരിക്കും എ. അതായത് നമുക്ക് അറേ പാസ് ചെയ്യണമെങ്കിൽ അറേ പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എയിലേക്ക് എന്ത് വരും? എ പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് അറേ കിട്ടും. കണ്ടോ? അപ്പം ഇങ്ങനെ പാസ് ചെയ്യുന്ന വാല്യൂ പറഞ്ഞ പേര് ആർഗ്യുമെന്റിനും അത് റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്ലേസ് ഹോൾഡറിന് പറഞ്ഞ പേര് പാരാമീറ്റർ എന്നാണ്. ഇവിടുന്ന് ഞാൻ നോക്കിയേ 1,10,20 പാസ് ചെയ്യുന്നു. 2 വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 2 പാരാമീറ്റേഴ്സ് കൊടുക്കണം. എയിൽ 10 കിട്ടും. ഇത് ഓർഡറിലാണ്. ഇവിടുന്ന് പാസ് ചെയ്യുന്ന ഓർഡറിലേക്ക് ഇവിടെ കിട്ടുക. ആദ്യം പാസ് ചെയ്യുന്നത് ആദ്യത്തെ പാരാമീറ്ററിൽ, രണ്ടാമത് പാസ് ചെയ്യുന്നത് രണ്ടാമത്തെ പാരാമീറ്ററിൽ. ഇനി ഇവിടെ ഉണ്ട് A+Q എന്തായാലും കിട്ടുക? നമ്മൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് എയുടെ സ്ഥാനത്ത് 10 വരും, ബിയുടെ സ്ഥാനത്ത് 20 വരും. എത്ര? 30. ഉണ്ടോ? ഇനി ഇതുപോലെ എനിക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ഇവിടെ 15, ഇവിടെ 40 കൊടുക്കാം. ഇപ്പൊ എന്തായിരിക്കും ഔട്ട്പുട്ട്? ആദ്യം എന്ത് വരും? 30, 55. 2 വട്ടം വർക്കാവും. അപ്പം ഇത് വർക്കാവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഫംഗ്ഷൻ കോളാവും. എയുടെ സ്ഥാനത്തേക്ക് 10 പോവും, ബിയുടെ സ്ഥാനത്തേക്ക് ക്യൂവിന്റെ സ്ഥാനത്തേക്ക് 20 പോവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് A+Q, അതായത് 10+20. എന്നിട്ട് എന്ത് ചെയ്യും? അടുത്ത ലൈനിലേക്ക് വരും. അടുത്ത ലൈൻ വരുമ്പോൾ പിന്നെ ഒരു ഫംഗ്ഷൻ കോൾ, സെയിം ഫംഗ്ഷൻ തന്നെ കോൾ ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യും? എയുടെ സ്ഥാനത്തേക്ക് 15 പോവും, ക്യൂവിന്റെ സ്ഥാനത്തേക്ക് 40 പോവും. എന്നിട്ട് എന്ത് ചെയ്യും? പിന്നെ ഇത് വർക്കാവും. അപ്പൊ എന്ത് ചെയ്യും? 15 + 40, 55. മനസ്സിലായോ? ഇതാണ് എന്ത്? പാരാമീറ്റർ. നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ വെറുതെ കോൾ ചെയ്യില്ല, നമ്മൾ ഫംഗ്ഷനിലേക്ക് വാല്യൂസ് പാസ് ചെയ്യും. അപ്പോൾ ആ ഫംഗ്ഷനകത്ത് നമ്മൾ എഴുതുന്ന കോഡ് എല്ലാം വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്ത ഔട്ട്പുട്ട് വരും. മനസ്സിലായോ? അപ്പൊ ഇത് കുറച്ചുകൂടെ റീയൂസബിൾ ആയി. ഇതിന് പറയുന്ന പേരാണ് പാരാമീറ്റർ. ട്രൈ ചെയ്ത് നോക്കിയേ.
ഹലോ പറടാ. ആ ക്ലാസ്സിലാണ്. നീ പറഞ്ഞോ. ഇന്റർവ്യൂവിന്റെ കോൾ വന്നോ? ആ ആ ആ ആ ആ അപ്പൊ അത് ട്രെയിനിങ് തരുമോ? നീ ഇപ്പൊ മറ്റേത് വർക്ക് ചെയ്യല്ലേ? അപ്പൊ നാളെ ചെല്ലുമ്പം നീ സാലറിയുടെ കാര്യം വല്ലതും ചോദിച്ചോ? അവിടെ അല്ലേ? ആ ഉണ്ട്. നീ അവിടെ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് സാലറിയുടെ കാര്യങ്ങളൊക്കെ തിരക്കുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്ക്. ആ ആ പറയാം. ഇവിടുന്ന് നിനക്ക് കൂടുതലും വന്നോ? പുതിയ റിയാക്ട് ഡെവലപ്പറിന്റെ ഒരു റോളിന് ഇവിടെ ഒരു ഇതുണ്ട്. അപ്പം അതിന് ഞാൻ നിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. എന്നോട് ചോദിച്ചത് റിയാക്ട് ഡെവലപ്പറിന്റെ ഒരു റോൾ വന്നിട്ടുണ്ട്, അതിന് പേര് തരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നീ എന്തായാലും ഇതൊന്ന് വന്ന് നോക്ക്. നിനക്ക് നല്ല നല്ല പാക്കേജ് കിട്ടുവാണെങ്കിൽ കയറാലോ കേട്ടോ. ആ അത് കുഴപ്പമില്ല. ഡോട്ട് ഒരുപാട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എളുപ്പമാണെന്ന് വെച്ചാൽ പഠിക്കേണ്ടി വരും കുറച്ച്. എന്തായാലും നിനക്ക് ഇപ്പം നല്ല പാക്കേജ് കിട്ടുവാണെങ്കിൽ നീ അവിടെ കയറുന്നല്ല. നീ അവിടെ കാണും. നീ ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ. ചെയ്തോ? ക്വസ്റ്റ്യൻസ് ചെയ്തേ? ഫസ്റ്റിലത്തെ പാരാമീറ്റർ ഒന്നാമത്തെ എന്താ, ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷനിൽ ഒരു പാരാമീറ്ററുടെ ഒരു പേര് കൊടുത്താൽ ആ ഫംഗ്ഷൻ പ്രിന്റ് ചെയ്യേണ്ടത് ഹലോ ആ പേര്. മനസ്സിലായോ? എന്തോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ ഫംഗ്ഷൻ കാൾഡ് സേ ഹലോ. ഫംഗ്ഷന്റെ പേര് സേ ഹലോ. ദാറ്റ് ടേക്സ് എ നെയിം ആസ് എ പാരാമീറ്റർ. അത് ആ ഫംഗ്ഷന് ഒരു പാരാമീറ്റർ ഉണ്ട്, അത് നെയിം ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ഫംഗ്ഷൻ സേ ഹലോ കോൾ ചെയ്യുമ്പോൾ ഒരു നെയിം പാസ് ചെയ്താൽ ആ ഫംഗ്ഷൻ എന്താ ഹലോ ആ പേര് പ്രിന്റ് ചെയ്യും. മനസ്സിലായോ?
ചെയ്തോ?
അല്ലെങ്കിൽ മറ്റേ ആസ്പരണ്ടോ except for us. ഒന്ന് ഹായ് പറയും ഹലോ 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 മുബാരിസ വെള്ളിയാഴ്ച ക്ലാസ് ഇല്ല എടാ മനസ്സിലാവല്ലേ പറഞ്ഞട്ടാ ചാറ്റ് ചെയ്തിട്ട് കാര്യമില്ലടാ അത്രേ ഉള്ളൂ നീ എന്നെ ഒട്ടിക്കാന്ന് ചോദിച്ചു എന്നിട്ട് അവസാനിപ്പോ ഫോക്കസ് ചെയ്യാതെ ചെയ്യാൻ പറ്റില്ല വെറുതെ അതും കഴിഞ്ഞിട്ട് അവൻ പിന്നെ കയറി ഏറ്റവും കന്നഡല്ലേ നിന്റെ തെക്കിയാണ്ട് കോൾഡാകുമ്പോ ഇന്നലെ ഒരു തമിഴിന് പനിയായിരുന്നു ഞാൻ അവന്റെ ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ ഉദ്ദേശിച്ചേ ഞാൻ പറ്റുന്ന അല്ലെന്ന് ഇവനെന്താ ഉദ്ദേശം
എടാ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്തോ വിശാൽ അവസാനത്തെ എന്തോ ക്വസ്റ്റ്യൻ അത് ഓർഡർ ജസ്റ്റ് പ്രിന്റ് ചെയ്യാൻ മാത്രം വേറെ ഫംഗ്ഷൻ മറ്റേ ഇക്വേഷൻ എന്തായിരുന്നു മറ്റേ ഇതിന്റെ ബൈ ആർ സ്ക്വയർ ആർ സ്ക്വയർ ആർ ഇൻറ്റു ആർ അല്ലേ മറ്റേ ടു കൊടുക്കും ആറിന്റെ സ്ക്വയർ എങ്ങനെയായിരുന്നു സ്ക്വയർ ഇൻറ്റു ആർ അല്ലെങ്കിൽ ആറ് ഇൻറ്റു 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 ഇവിടെ കൊടുക്കുന്നതാണെങ്കിൽ ഫംഗ്ഷനിൽ അവിടെ പാരാമീറ്റർ ഉണ്ട് നമുക്ക് പതിനെട്ട് വരും ഡൗട്ട് ചെയ്യുന്നുണ്ട് അത് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നില്ല റോഷൻ സാർ റോഷൻ ഡൗട്ട് ചോദിക്കുന്നത് എന്താന്ന് ചോദിക്കാനായിട്ട് ഇങ്ങനെ മൈൻഡ് ചെയ്തിരിക്കണം ഇപ്പൊ ഇതിനെ ചെറുതായിരുന്നു കളഞ്ഞിരിക്കുന്നുണ്ടോ എനിക്ക് ഓർഡർ അല്ലെങ്കിൽ അവസാനം ഇവിടെ തണുപ്പും പിടിച്ച് കൊടുത്തത് മറ്റേ ആരോഗ്യ വിഷയം വരെ ഉണ്ടോ ഓ ആ സാധനം അങ്ങനെ ഡൗട്ട് എടാ വിഷയം ഡൗട്ട് ഡൗട്ടാണോ ടോട്ടൽ എന്തിനും എതിരെ റിഷാനുണ്ട് അല്ല കൊടുക്കണമെന്നില്ല പയ്യെന്ന് പറയുന്നത് പയ്യിലേക്ക് 3.14 വാല്യൂ വെച്ച് കഴിഞ്ഞു പൈ ഇൻറ്റു എല്ലാം പറഞ്ഞു ഈ ബ്രാക്കറ്റ്
മറ്റേത് കേർലി ബ്രാക്കറ്റ്. ഇങ്ങനെ വളഞ്ഞു മറ്റേത് ഈ വരുന്നത് കാണാൻ വേണ്ടിയാണ്, എനിക്ക് ക്ലിയർ ആവത്തില്ല. ചെയ്തോ നിങ്ങള്? ഇത് ചെയ്തോ? നിനക്കെണ്ണം കിട്ടിയോ? എത്രാമത്തെ നീ? മൂന്നാമത്തെയോ? അതെന്താ ക്വസ്റ്റ്യൻ എന്താ നോക്കിയേ? ആണോ? മനസ്സിലായില്ലെന്നോ? എന്തുവാ വരച്ച എന്താ ഡൗട്ട്? ഇന്നെന്താ വരാഞ്ഞ്? മനസ്സിലായി എന്നാണല്ലോ പറഞ്ഞ. ശരിക്കും നിനക്ക് മനസ്സിലായോടാ? ഇല്ലെങ്കിൽ ചോദിക്കേ. എന്താ പറഞ്ഞ? നാളെ വരട്ടെ. മൂന്നാമത്തെ ചെയ്തോ? മൂന്നാമത്തെ നോക്കിയേ. അതായത് വളരെ എളുപ്പമാണ്. നീ മൂന്നാമത്തെ നാലിച്ച് നോക്കിയേ. നമുക്ക് ഫംഗ്ഷൻ വേണം, കാൽക്കുലേറ്റ് ഏരിയ. ഓക്കെ, അത് 2 പാരാമീറ്റേഴ്സ് എടുക്കും, വിഡ്ത്തും ഹൈറ്റും. എന്നിട്ട് എന്ത് ചെയ്യണം? അത് അതിന്റെ ഏരിയ പ്രിന്റ് ചെയ്യണം. എന്ത് ചെയ്താൽ ഇതേ ഏരിയ. ഇത് 2 പാരാമീറ്റേഴ്സ് എടുക്കും, വിഡ്ത്തും ഹൈറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് പ്രിന്റ് ചെയ്യുന്ന എന്താ? ലോഗ് W സ്റ്റാർ H. വിത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ? എന്ത് ചെയ്യാം? ഇത് കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ഏരിയ കോൾ ചെയ്യാം. എന്നിട്ട് വിഡ്ത്ത് പാസ് ചെയ്യാം. വിഡ്ത്ത് ആയിട്ട് ഞാൻ എന്ത് ചെയ്തു? 300 പാസ് ചെയ്യുന്നു. ഹൈറ്റ് ആയിട്ട് ഞാൻ 600 പാസ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും? 600 വേണ്ട, 30 600. 1800. ഇത്രേ ഉള്ളൂ. അവിടെ നീ മനസ്സിലാക്കേണ്ട ടെക്നിക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യാം? വാല്യൂസ് പാസ് ചെയ്യാം. അത് പാസ് ചെയ്യുന്നത് ഈ ബ്രാക്കറ്റ് വഴിയായിരിക്കും. റിസീവ് ചെയ്യുന്നത് ഇവിടെ. ഇതിവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷനകത്ത് അതിനെ ഉപയോഗിക്കാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഓരോ വിഡ്ത്ത് പാസ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഓരോ എന്താ റെക്ടാങ്കിളിന്റെ വിഡ്ത്ത് ഹൈറ്റ് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ റിസൾട്ട് കിട്ടും. ഇതിപ്പോ നമ്മൾ ഒരു ഒറ്റ സ്റ്റെപ്പ് എഴുതുള്ളൂ. നമ്മൾ ഇനി അങ്ങോട്ട് 30-40 ലൈനുള്ള ഫംഗ്ഷനൊക്കെ എഴുതും. മനസ്സിലായോ? അപ്പൊ അത് കുറച്ച് ക്ലിയർ ആവും. അപ്പൊ സിന്റാക്സ് നോക്കാം. ഓക്കെ, അപ്പൊ ബാക്കി ചെയ്താൽ മതി. മനസ്സിലായല്ലോ ഇത്? ഇനി അടുത്തതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഓക്കെ, അതായത് നമ്മളൊരു ഫംഗ്ഷൻ വെക്കുന്നു. ഓക്കെ, നമ്മളിപ്പോ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫംഗ്ഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആയിരിക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പം ഇങ്ങനെ ആലോചിക്കാം, നിങ്ങൾ ബിൽഡ് ചെയ്യുന്നത് ഒരു ടെസ്ല കാറാന്ന് വെച്ചോ, അതിന്റെ പ്രോഗ്രാം എഴുതുന്ന വെച്ചോ. അപ്പൊ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരു ആവശ്യമുണ്ട്. അതായത് നിങ്ങൾ എന്താ ഒരു സെൻസർ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, ആ സെൻസറിനകത്തുനിന്ന് നമുക്ക് തൊട്ട് മുമ്പിലുള്ള കാറിന്റെ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അതുകൊണ്ട് ആ ഡിസ്റ്റൻസ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു ഇതുണ്ട്, നമ്മുടെ കാറിന്റെ സ്പീഡ്, ആ കാറിന്റെ സ്പീഡും ഒക്കെ നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ട് വെച്ചാൽ അതിന്റെ ഡേറ്റ ഉണ്ടെന്ന് വെച്ചാൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്നു. ഫംഗ്ഷൻ എഴുതിയിട്ട് നമ്മൾ ആ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഒരു സേഫ്റ്റി പോയിന്റ് കഴിഞ്ഞാൽ ഉടനെ കാറിന് സ്ലോ ഡൗൺ ചെയ്യണം. അപ്പൊ അതിനുള്ള കോഡാണ് ഫംഗ്ഷൻ എഴുതുന്നത് വെച്ചാൽ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫംഗ്ഷൻ എവിടെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ ഡേറ്റാസ് ഈ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്താൽ മതി. ഈ ഫംഗ്ഷനകത്തുള്ള കോഡ് എന്ത് ചെയ്തോളും? ഈ ഡേറ്റാസ് വെച്ച് എക്സിക്യൂട്ട് ചെയ്തോളും. ഓക്കെ, നമുക്ക് ഇത് എവിടെയെങ്കിലും ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ റീയൂസ് ചെയ്യാം. ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാറിന്റെ കേസിൽ പല കേസുകളിൽ ഇതിനെ റീയൂസ് ചെയ്യാം. ഇല്ല, ഇപ്പം ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുടെ സ്പീഡ് അനുസരിച്ച് ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിഗ്നൽ വന്നാൽ ബ്രേക്ക് ചെയ്യാൻ. അപ്പൊ അതിനൊക്കെ ഒറ്റ ഫംഗ്ഷൻ ഉപയോഗിക്കാം. അതായത് നമ്മൾ കൂടുതലും കോഡ് ഞാൻ കോംപ്ലക്സ് ആയിട്ട് പറഞ്ഞുള്ളൂ, കോഡ് റീയൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ നമുക്ക് കോഡ് റീയൂസ് ചെയ്യാൻ വെച്ചാൽ ഇപ്പോൾ ഈ സമ്മിന്റെ കാര്യം തന്നെ, അതാണ് ബേസിക് എക്സാമ്പിൾ. അതായത് സമ്മ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഏത് വാല്യൂ പാസ് ചെയ്യുന്നോ അതിന്റെ സമ്മ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണല്ലോ. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാൽ നമുക്ക് പൊതുവെ നമ്മളൊരു ഫംഗ്ഷനിലേക്ക് വാല്യൂ ഇട്ട് കൊടുത്തു. ഇപ്പൊ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്, ആ ഒരു ഫംഗ്ഷനിലേക്ക് വാല്യൂ ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് അവിടെ പ്രിന്റ് കാണിക്കുന്നു. നമുക്ക് പൊതുവെ ഫംഗ്ഷനിലേക്ക് നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു, എന്നിട്ട് അതിന്റെ ഔട്ട്പുട്ട് നമുക്ക് തിരിച്ച് കിട്ടണം. പ്രിന്റ് ചെയ്ത് കാണിക്കുകയല്ല, എവിടെയാണോ ഫംഗ്ഷൻ കൂടുതൽ അവിടേക്ക് കിട്ടണം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമുക്ക് ഇത്രേ ഉള്ളൂ, അതായത് സർക്കിളിന്റെ ഏരിയ. ഓക്കെ, സർക്കിളിന്റെ ഏരിയയും റെക്ടാങ്കിളിന്റെ ഏരിയയും കണ്ടിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യണം എന്ന് വെച്ചോ. അതായത് സർക്കിളിന്റെ ഏരിയ കാണണം, റെക്ടാങ്കിളിന്റെ ഏരിയ കാണണം, എന്നിട്ട് അത് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പൊ അതിനായിട്ട് ഞാൻ ഫുൾ എഴുതാം. അതുകൊണ്ട് വാർ റേഡിയസ് ഈക്വൽ ടു 4.
ഓക്കെ, ഇനി ലെങ്ത് ഈക്വൽ ടു 30, width equal to 15. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 വാല്യൂസ് ഉണ്ട്. ഒന്ന് സർക്കിളിന്റെ എന്ത് റേഡിയസ്, അടുത്തത് ഒരു റെക്ടാങ്കിളിന്റെ ലെങ്തും വെട്ടും. ഓക്കെ ആണല്ലോ, ഇത്ര വാല്യൂസ് ഉണ്ട്. നമ്മുടെ ആവശ്യം വെച്ചാൽ നമുക്കിവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഫംഗ്ഷൻ സർക്കിൾ ഏരിയ. ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യും, ഒരു 6 റിസീവ് ചെയ്യും. ഇതെന്ത് ചെയ്യും, എന്താ ഇക്വേഷൻ എന്താ, πr സ്ക്വയർ അല്ലേ. അപ്പം 3.14 സ്റ്റാർ ആർ സ്റ്റാർ അല്ലേ, അല്ലെങ്കിൽ ആർ സ്റ്റാർ സ്റ്റാർ 2 ഇട്ടാലും മതി. ഓക്കെ, അതുപോലെ നമുക്ക് എന്തുണ്ട്, നമുക്കിവിടെ റെക്ട് ഏരിയ, ഇത് ലെങ്തും ബ്രെഡ്ത്തും വാങ്ങിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, L into P പ്രിന്റ് ചെയ്യും. 2 ഫംഗ്ഷനുണ്ട്. നമ്മുടെ ആവശ്യം വെച്ചാൽ സർക്കിളിന്റെ ഏരിയ കാണണം, റെക്ടാങ്കിളിന്റെ ഏരിയ കാണണം, രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, കൺസോൾ ചെയ്യണം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ നമുക്ക് 2 ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം സർക്കിളിന്റെ ഏരിയ നോക്കാം. ഓക്കെ, നമ്മൾ ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഈ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് ഈ സർക്കിളിന്റെ ഏരിയ പ്രിന്റ് ആയി പോകും. കാര്യം ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് കൺസോൾ ചെയ്യാൻ കൊടുത്തേക്കുന്നത്. അതുപോലെ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ത് ചെയ്യും, നിങ്ങൾക്ക് പ്രിന്റ് ആയി പോകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ അതുകൊണ്ട് സർക്കിൾ ഏരിയ കൊടുത്തു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ 6 പാസ് ചെയ്യുന്നു, റേഡിയസ് പാസ് ചെയ്യുന്നു. അല്ലേ, നമുക്ക് എന്ത് കിട്ടി, റേഡിയസ് പ്രിന്റ് ആയി ഇല്ലേ. അതുപോലെ റെക്ടാങ്കിളിന്റെ ഏരിയ, നമ്മൾ ലെങ്ത് കോമ ബ്രെഡ്ത്ത് പാസ് ചെയ്യുന്നു. ഇത് ഓൾറെഡി നമ്മൾ വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതാണ് ഇങ്ങനെ പാസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടും, സർക്കിളിന്റെ ഏരിയയും കിട്ടും, റെക്ടാങ്കിളിന്റെ കിട്ടും. നമുക്ക് ഇത് പ്രിന്റ് ചെയ്ത് കാണിക്കല്ല വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം, സർക്കിളിന്റെ ഏരിയയും റെക്ടാങ്കിളിന്റെ ഏരിയയും കണ്ടുപിടിച്ചിട്ട് അത് തിരിച്ചെടുക്കണം, എന്നിട്ട് അത് തമ്മിൽ സം ചെയ്യണം, എന്നിട്ട് അത് പ്രിന്റ് ചെയ്യണം. ഇതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് ഇതുവരെ അറിയാന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷനിലേക്ക് വാല്യൂ പാസ് ചെയ്യാൻ അറിയാം. ഇനി ഫംഗ്ഷനിലേക്ക് ഒരു വാല്യൂ പാസ് ചെയ്തിട്ട് അത് ഫംഗ്ഷനകത്ത് കിടന്ന് എക്സിക്യൂട്ട് ആയിട്ട് അതിന്റെ ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അത് തിരിച്ച് എവിടെയാണ് ഫംഗ്ഷൻ കോഡ് അവിടേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്, നമ്മളിവിടെ കൺസോൾ ചെയ്യില്ല, പകരം നമ്മൾ അതിനുപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നിട്ട് വാർ ഏരിയ ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഇക്വേഷൻ അവിടെ എഴുതുന്നു. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് റിട്ടേൺ ഏരിയ എന്ന് കൊടുക്കുന്നു. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ഇവിടെ ഇത് കോഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത് കിട്ടില്ല, കാര്യം കൺസോൾ ഇല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെ റിട്ടേൺ സിമ്പിൾ എഴുതി കഴിഞ്ഞാൽ സംഭവിക്കുക വെച്ചാൽ ഈ ഫംഗ്ഷൻ കൊള്ളാവും. ഇത് വിട്ടേക്കാം തൽക്കാലം. ഓക്കെ, ഇവിടെ ഇത് ആലോചിക്കാം, ഞാനിവിടെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇവിടുന്ന് റേഡിയസ് പാസ് ആയിട്ട് 6ലേക്ക് വരും. എന്താ റേഡിയസ്, 4. 6ലേക്ക് ഈ 4 വരും. ഓക്കെ ആണല്ലോ. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യും, 3.14 ഇൻറ്റു 6 ഇൻറ്റു 6. ഇപ്പോൾ എത്ര ആണോ കിട്ടുന്ന ആ വാല്യൂ, ഇപ്പോൾ 15.24 ആണ്. അത് എവിടെ സേവ് ആവും, ഏരിയ എന്ന് പറഞ്ഞ വേരിയബിൾ സേവ് ആവും. എന്നിട്ട് നമ്മളിവിടെ റിട്ടേൺ ഏരിയ എന്ന് കൊടുത്തിട്ടുണ്ട്. റിട്ടേൺ ഏരിയ എന്ന് കൊടുത്താൽ സംഭവിച്ചാൽ ഇവിടെ നമ്മൾ ഒരു ഫംഗ്ഷനകത്ത് നമ്മൾ റിട്ടേൺ എന്തെങ്കിലും വാല്യൂ കൊടുത്താൽ ഈ ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്തോ അവിടേക്ക് ഈ വാല്യൂ തിരിച്ചു പോകും. അതായത് ഇവിടേക്ക് ആ വാല്യൂ തിരിച്ചു വരും. അതായത് ഇവിടെ വന്നിട്ട് അതായത് ഏത് റേഡിയസ്, ഈ റേഡിയസ്. അതായത് ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താ, ഒരു ഫംഗ്ഷൻ കോളാ. ഇപ്പൊ സംഭവിക്കുക, റേഡിയസ് എന്ന് പറയുന്ന വേരിയബിളിൽ 4 ഉണ്ട്. ഇവിടുന്ന് 4 പാസ് ആവും. പോട്ടെ, നീ അത് വിട്ടേക്കാം. ഇവിടെ 4 ഡയറക്റ്റ് കൊടുക്കാം. സർക്കിൾ ഏരിയ 4. ഓക്കെ, ഇപ്പൊ സംഭവിക്കാൻ എന്താ, ഇവിടെ ഫംഗ്ഷൻ കോൾ ആണ്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടേക്ക് 6ലേക്ക് 4 വരും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ വർക്കായിട്ട് ഈ ഏരിയ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് എന്ത് വരും, ആൻസർ വരും. അപ്പൊ എത്ര അധികം വരിക, 15.24. ഓക്കെ, അതിവിടെ വന്നു. എന്നിട്ട് ഇവിടെ റിട്ടേൺ ഏരിയ എന്ന് കൊടുത്താൽ ഈ കണ്ടുപിടിച്ച ആൻസർ എവിടെയാണോ ഫംഗ്ഷൻ കോൾ ചെയ്ത് അവിടേക്ക് തിരിച്ചു വരും. അതായത് ഇവിടേക്ക് വരും. അതായത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാർ ഡേറ്റ ഈക്വൽ ടു സർക്കിൾ ഏരിയ എന്ന് കോൾ ചെയ്തിട്ട്
കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കിട്ടുക, അതായത് ഒരു ഫംഗ്ഷൻ എവിടെയെങ്കിലും കോൾ ചെയ്താൽ അവിടേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ, ആ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ റിട്ടേൺ ഉപയോഗിക്കുക. റിട്ടേൺ ഉപയോഗിച്ചാൽ ഫംഗ്ഷൻ എവിടെ കോൾ ചെയ്തോ അവിടേക്ക് വാല്യൂ തിരിച്ചു വരും. മനസ്സിലായോ? അതായത് നമ്മൾ നേരത്തെ ഒരു സാധനം ചെയ്തില്ലേ, രണ്ട് ഫംഗ്ഷന്റെ. ഓക്കെ, ഇത് രണ്ടും കോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ രണ്ടിടത്തും നമ്മൾ റിട്ടേൺ കൊടുക്കാന്ന് വെച്ചോ. ഇവിടെ റിട്ടേൺ L×P, ഇവിടെ റിട്ടേൺ ഏരിയ കൊടുക്കുവാണെങ്കിൽ നമുക്ക് റിസൾട്ട് ഈക്വൽ ടു ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇവിടെ സർക്കിൾ ഏരിയ ഞാൻ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടേക്ക് എന്ത് വരും, ഈ ഫംഗ്ഷൻ വർക്കായിട്ട് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്താ, റിട്ടേൺ ചെയ്യുന്ന ഏരിയ ഇവിടേക്ക് വരും. അതുകൊണ്ട് ഇവിടെ എന്ത് വരും, ഈ ഫംഗ്ഷൻ കോളായിട്ട് ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ എന്തായിരിക്കും, L×P. അപ്പൊ നമ്മൾ അവസാനം കൺസോൾ ഡോട്ട് ലോഗ് റെസ് കൊടുക്കുവാണെങ്കിൽ ടോട്ടൽ വരും. മനസ്സിലായത്? അതായത് ഒരു ഫംഗ്ഷൻ ഫംഗ്ഷനിലേക്ക് നമ്മൾ വാല്യൂ പാസ് ചെയ്യുന്നു, എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഇടത്തേക്ക് നമുക്ക് തിരിച്ച വാല്യൂനെ കൊണ്ടുവരാൻ വേണ്ടിയാണ് റിട്ടേൺ ഉപയോഗിക്കുക. വേറെ വെച്ചാൽ ഇതെങ്ങനെ നടക്കുന്നത് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഇവിടെ കോൾ ആവുന്നുണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യും, ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്ത് അവിടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണോ അവിടേക്ക് പോകും. അതായത് ഇവിടേക്ക് വരും, 6ന്റെ സ്ഥാനത്ത് എന്ത് വരും, 4 വരും. എന്നിട്ട് ഈ ലൈൻ എക്സിക്യൂട്ട് ആവും. അപ്പൊ A കണ്ടുപിടിക്കും, എന്നിട്ട് അടുത്ത ലൈനിലേക്ക് വരും, എന്നിട്ട് എന്ത് ചെയ്യും, ആ വാല്യൂ റിട്ടേൺ ചെയ്യും. അതായത് തിരിച്ച് നേരെ ആ വാല്യൂ ആയിട്ട് ഇവിടേക്ക് വരും. അതായത് ഫുൾ റീപ്ലേസ് ആയിട്ട് അവിടെ വാല്യൂ വരും. ഓക്കെ, അതുകൊണ്ട് തന്നെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് താഴെ എഴുതിയേക്കുന്ന കോഡ് ഒരിക്കലും വർക്ക് ചെയ്യില്ല. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് താഴെ നമ്മളൊരു ഫംഗ്ഷന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അതിന് താഴെ നമ്മൾ എന്ത് എഴുതിയാലും വർക്ക് ചെയ്യില്ല. കാര്യം റിട്ടേൺ ആയി കഴിഞ്ഞാൽ അവിടെ നേരെ എക്സിക്യൂഷൻ തിരിച്ച് താഴേക്ക് കൺട്രോൾ പോയി റൺ ചെയ്താൽ ഒരിക്കലും ഈ ആപ്പിൾ പ്രിന്റ് ആവില്ല. ഫംഗ്ഷൻ എക്സിക്യൂട്ട് ആവുന്നുണ്ട്, പക്ഷേ ആപ്പിൾ പ്രിന്റ് ആവില്ല. കാര്യം എന്താ, റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് താഴെയാണ്. ഓക്കെ, ഇനി വേറെ കാര്യം കൂടെ, അതായത് ഓക്കെ എന്തായിരിക്കും ഔട്ട്പുട്ട്, ഔട്ട്പുട്ട് ഇല്ല, കൺസോൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി ഞാനിവിടെ ഉണ്ട് കൺസോൾ ഡോട്ട് ലോഗ് ഈ ഫംഗ്ഷൻ കോളിനെ കൺസോൾ ചെയ്യുന്നു, എന്തായിരിക്കും ഔട്ട്പുട്ട്, 8 ആയിരിക്കോ? ആ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്, നമ്മൾ ഫംഗ്ഷൻ എവിടെയും കോൾ ചെയ്താൽ ആ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യുന്നു ആ വാല്യൂ അവിടെ വരും. ഈ ഫംഗ്ഷൻ എന്തെങ്കിലും റിട്ടേൺ ചെയ്യുന്നുണ്ടോ, ഒന്നും റിട്ടേൺ ചെയ്യാത്ത ഫംഗ്ഷൻ അൺഡിഫൈൻഡ് റിട്ടേൺ ചെയ്യും. ഇനി ഇൻ കേസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷനിൽ നിന്ന് സം റിട്ടേൺ ചെയ്യാം. ഇങ്ങനെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഇവിടെ 8 വരും. എങ്ങനെ മനസ്സിലായോ? എവിടെ എവിടെ ഇവിടാണോ, അവസാനത്തെ കൺസോൾ ഇവിടെ ഇല്ല. കാര്യം ഇത് ഈ ഫംഗ്ഷൻ കോൾ ഡിഫറെന്റാ. ഇല്ല. ഇപ്പൊ ഇത് കോൾ ചെയ്താൽ ഇവിടെ ഒന്നും പോകുന്നില്ല. A, B അൺഡിഫൈൻഡ് ആയിരിക്കും. അൺഡിഫൈൻഡ് പ്ലസ് അൺഡിഫൈൻഡ് ആയിരിക്കും. അൺഡിഫൈൻഡ് ആയിരിക്കും കിട്ടുക. മനസ്സിലായോ? ഇപ്പൊ നിനക്ക് വേണം ഇങ്ങനെ, അതായത് ഇപ്പം എന്താ var A equal to ABC of 1,2 എന്ന് കൊടുക്കാം. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് A കൺസോൾ ചെയ്യുകയാണെങ്കിൽ ഇത് കയറില്ല. ഓരോ ഫംഗ്ഷൻ കോളും ഡിഫറെന്റ്. ഒരു ഫംഗ്ഷൻ കോളിലുള്ള വാല്യൂ മറ്റു ഫംഗ്ഷൻ കോളിലേക്ക് ഒന്നും അഫക്ട് ചെയ്യില്ല. ഇത് റൺ ചെയ്യുകയാണെങ്കിൽ ഇതേ 8-3. കാര്യം ഈ കോളിൽ എന്ത് കിട്ടി നമുക്ക്, 8. ഇവിടുന്ന് 8 പാസ്സായി, ഇതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് ഇവിടുന്ന് 8 തിരിച്ചു വന്നു, ഇവിടെ വന്നു 8. അടുത്തത് സെപ്പറേറ്റ് വേറൊരു ഫംഗ്ഷൻ കോളാണ്. ഇവിടുന്ന് പാസ്സാകുമ്പോൾ Aയിലേക്ക് 1ഉം പോവും, Bയിലേക്ക് 2ഉം പോവും. എന്നിട്ട് എന്ത് ചെയ്യും, 3 സമ്മാണ്, 3 റിട്ടേൺ ചെയ്യും. ആ 3 Aയിലേക്ക് വരും, A കൺസോൾ ചെയ്യും, 3 കൺസോൾ ആയി. കണ്ടോ? മനസ്സിലായത്? റിട്ടേൺ ട്രൈ നോക്കിയേ.
ഒരു പ്രൊഡക്റ്റിന്റെ കോഡിന്റെ ഒരു മെത്തേഡിന്റെ കോഡിൽ വേറെ മെത്തേഡിന്റെ കോഡ് ഇടാൻ പറ്റും. എങ്ങനെ നീ ഒരു എക്സാമ്പിൾ പറയാൻ പറയാം. ഇപ്പൊ എനിക്കിപ്പോ രണ്ട് പ്രൊഡക്റ്റിന്റെ സം വേണം. ഇപ്പൊ എനിക്ക് സമ്മിന്റെ മെത്തേഡ് ഉണ്ട്, പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്. പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രോഡക്റ്റ് ഓക്കെ ഓക്കെ. അപ്പോ അതിന് സെപ്പറേറ്റ് വേറെ മെത്തേഡ് ഉണ്ട്. അപ്പോ സമ്മിന്റെ ഉള്ളിൽ ഞാൻ പ്രൊഡക്റ്റ് കോൾ ചെയ്താല് സമ്മിനുള്ളിലേക്ക് ആ പ്രൊഡക്റ്റിന്റെ ഔട്ട്പുട്ട് പാസ്സാവും. ചെയ്തത് ഞാൻ വേറെ വന്നില്ല ഒന്നുമില്ല ചില സമയത്ത് ഇവിടെ അതുപോലെയല്ലേ ഇത് കമന്റ് ചെയ്യാൻ പറഞ്ഞത് ഇതിന്റെ ശല്യം വന്ന് മെസ്സേജ് കളിക്കുന്നുണ്ട്.
ഹലോ ഞാൻ 3 മണിക്ക് എത്തും. 3:30 എന്താ നീ എത്തിയ അതിനകത്ത് ഞാൻ വരാം. മറ്റേ പുള്ളി എന്താ ആണോ? അപ്പൊ അതൊരു അതാണ് ഉദ്ദേശിച്ചത്. റെയിൽവേ സ്റ്റേഷൻ ഓക്കെ ഓക്കെ. റിട്ടേൺ കൊടുത്തിട്ട് 25 അതേ പറഞ്ഞുള്ളൂ. പഠിക്കാം. 35 രൂപ ഞാൻ ഹോസ്റ്റലില്ലാതെ അവിടെ പാഴ്സൽ ബോക്സ് വെച്ച് പാഴ്സൽ ബോക്സ് ഇല്ലേ ഹോസ്റ്റലിന്റെ ഫ്രണ്ടിൽ പഴമുഖ യു.പി. സ്കൂൾ പഴമുഖ യു.പി. സ്കൂൾ അതിന്റെ അടുത്താണ്. സാർ നേരത്തെ കാണിച്ച ഫംഗ്ഷൻ നമ്മൾ സംഭവം ക്ലാസ് സംഭവിക്കില്ലേ, അത് ആ ഫംഗ്ഷനിൽ പകരം അതിന് പുറത്ത് ആ സംഭവം അതാണ് റിപ്ലൈ ചെയ്യണം.
ഗ്രൂപ്പ് സോപ്പ് ടെക്നോളജി എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി എപ്പോഴും അത് തന്നെയാണ്. എപ്പോഴും സൈബർ സെക്യൂരിറ്റി കുറെ പ്രാവശ്യം പഠിച്ചത് അത് ശരി കേട്ടോ. കാരണം നമ്മുടെ ജോലിയൊക്കെ ഏകല്ലോ സൈബർ സെക്യൂരിറ്റി എത്ര പെട്ടെന്ന് പോകുന്നില്ല. സൈബർ സെക്യൂരിറ്റി ഫസ്റ്റ് മണി കിട്ടുമ്പോൾ നമുക്കുണ്ടാവും. പൈത്തൺകാർക്ക് ഡീല് സർവൈവ് ചെയ്യാൻ പറ്റും. അവരെ ചെയ്യത്തുള്ളൂ. കാരണം പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പൈത്തൺകാരും റീപ്ലേസ് ആണ്. അവര് തന്നെ അവർക്കുള്ള പണി കൊടുക്കും. അവരൊക്കെ അവരെന്തായാലും കൊല്ലണം വേറെ പുതിയ അപ്പൊ അതിന് കൗണ്ടർ വേറെ ചെയ്യണ്ടാക്കണം. പക്ഷെ നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട്. നമുക്കുണ്ട്. ഇല്ല വേറെ പണിയുണ്ട്. അങ്ങനെ സ്വന്തമായിട്ട് പറയും. അടച്ചു 2 മണിയായോ? ഇത് കിട്ടിയോ നിങ്ങക്ക്? മിഷൻ മനസ്സിലായത്? ഒന്നാമത്തേതോ രണ്ടാമത്തെയോ? എന്താ ഫംഗ്ഷൻ? ഓക്കെ. ഓ ലാസ്റ്റ് നമ്പറിന് 6 അല്ലേ? ഇതല്ലേ അവസ്ഥ? ലാസ്റ്റ് നമ്പറിന് 6. അത് ഒരു 6 കൊടുത്താൽ 6 ഏറ്റവും ലാർജസ്റ്റ് നമ്പർ റിട്ടേൺ ചെയ്യണം. നീ മറ്റേ അന്ന് ചെയ്തായിരുന്നു ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം? ഫംഗ്ഷൻ ഇല്ലാതെ ചെയ്യാൻ വേണ്ടി എന്തൊന്നില്ലായിരുന്നോ? അന്ന് ചെയ്തായിരുന്നോ? അത് ഇന്നലെ ആയിരുന്നോ? അല്ലല്ലോ, ഇന്നലെ അല്ലേ? ഇന്നലെ ഇതില്ലായിരുന്നു, കുറച്ച് ദിവസം മുമ്പ് ചെയ്തായിരുന്നോ? നിങ്ങൾ രണ്ട് ചെയ്തോ? ഒന്നാമതെ. ബാക്കി അടുത്ത ദിവസം ചെയ്തിട്ട് വരണം. അപ്പൊ എല്ലാവരും ബാക്കി എന്റെ അടുത്ത ദിവസം ചെയ്തിട്ടില്ല. നോക്കി കുറച്ചുകൂടെ ഉള്ളു, നമ്മളിപ്പോ ഉടനെ തീരുത്. സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ എന്ത് അടുത്ത സിനിമ കംപ്ലീറ്റ് ആയിട്ട് വരിക. നേരെ റിയാക്ട് അല്ല,